ഇപ്പോൾ എമ്പുരാൻ പടം ഫിലിം കണ്ടിറങ്ങിയിട്ട് വരികയാണ്. ഇതിൽ നമ്മൾ ഒരു റിവ്യൂ എന്നല്ല പറയുന്നത്, നമ്മുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു പടം മൊത്തത്തില്? പടം മേക്കിങ്ങും അതൊക്കെ കൊള്ളായിരുന്നു. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ടച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ ലൂസിഫറിൽ കിട്ടിയ ആ ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഭയങ്കരമായിട്ട് സ്റ്റോറിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുറേ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ എനിക്കൊന്ന് ഇപ്പോൾ പാൻ ഇന്ത്യ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഫൈറ്റിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ നമ്മളെ കുറച്ച് എന്തോ തൃപ്തിപ്പെട്ടില്ല. ചില അവസാനം ഉള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്, ഈ പൃഥ്വിരാജും മോഹൻലാലൊക്കെ കൂട്ടിയിട്ട് രണ്ടുപേരുള്ള ഫൈറ്റ്, അതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കി കൊണ്ടുവന്നിട്ട് അവസാനം ഒരുമാതിരി പാണ്ടിപ്പടൊക്കെ പോലെ ഉള്ളൊരു ഫൈറ്റിങ്ങും അങ്ങനെയൊക്കെ തോന്നി. ചിലപ്പോൾ ഫാൻസിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും, പക്ഷെ എന്നാലും എനിക്കെന്തോ ദഹിച്ചില്ല. പിന്നെ ഈ ലൂസിഫറിൽ മറ്റേ ടൊവിനോയുടെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ ഈ പ്രസംഗിക്കുന്നത്, അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടിയ ഒരു ഗൂസ് ബമ്പ് അതിന്റെ കഥ പറയരുത്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് ലൂസിഫർ കണ്ടിട്ടാണല്ലോ പോകുന്നത്, അതിൻ്റെ ഒരു ചെറിയ കുഴപ്പം കൂടെ ആയിരിക്കും. കാരണം ലൂസിഫർ വെച്ച് നോക്കുന്ന ഇപ്പം അതിൻ്റെ എന്താ പറയുക, ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളൂ. സിംപ്ലി പറയുകയാണെങ്കിൽ മേക്കിംഗ് അടിപൊളിയായിരുന്നു, ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ ഫിലിം മേക്കിംഗ് അടിപൊളിയാണ്. സംഭവം സ്റ്റോറിയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഒരു എഡ്ജ് ത്രില്ലിങ് അല്ലെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ലേ, അത് കുറച്ച് കുറവായിരുന്നു, അതേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച അപ് ടു ദ മാർക്ക് എത്തിയില്ല, അതുകൊണ്ടുള്ളൊരു ഡിസപ്പോയിൻമെന്റ്, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ, അതായത് ഈ എമ്പുരാൻ പോലെയുള്ള പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊന്നും അതിലില്ല. പക്ഷെ ലൂസിഫർ അങ്ങനെയല്ല. ലൂസിഫർ ഒരു ഡിഫറെൻ്റ് ആണ് ശരിക്കും. ലൂസിഫർ എന്നുള്ളൊരു പടം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു ലെവലിലേക്ക് ഇത് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഇതുപോലത്തെ കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ആക്ഷനും കാര്യങ്ങളും. എന്താ ഓരോ സീനും എന്തൊക്കെയൊക്കെയോ ആണ്, മീൻസ് അത്രയും ഹൈ ലെവലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്നും വേറൊരു എതിരഭിപ്രായം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് തന്നെ ഒരു നമ്മളെ എക്സ്പെക്റ്റേഷന് അനുസരിച്ചിട്ട് വന്നിട്ടില്ല. ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടും അതില്ല നമ്മൾ പോയത്. പക്ഷെ എന്നാൽ പോലും അത് അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നമുക്ക് അത് അത്രയ്ക്ക് വർക്കായില്ല, അത്രേ ഉള്ളൂ. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, മേക്കിംഗ് അടിപൊളിയാണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, വിചാരിച്ചൊരു എഫക്റ്റോ ആ ഒരു ഫീല് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ പടം തന്നെയാണ്. കാരണം ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് തന്നെ ഉണ്ട്, അതൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞ്, ഒരു പവർ കുറഞ്ഞ്, അതായത് നമ്മൾ ലൂസിഫർ ആവുന്ന സമയത്ത്, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി ആകുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഈ എബ്രഹാം ഖുറേഷി ആകുമ്പോൾ കിട്ടുന്നില്ല. ആ ഒരു എന്തോ അങ്ങനെ ചെറിയ സംഭവങ്ങൾ തോന്നി, അത്രേ ഉള്ളൂ. എന്നാലും മൊത്തത്തിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ വിചാരിച്ച ഒരു അപ് ടു ദ മാർക്ക് എത്തിയിട്ടില്ല എന്ന് പറയാനുള്ളൂ. വേറെ പറയാനുള്ളത് ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇതിന്റെ അടുത്ത പാർട്ട് 3 കൂടെ വരുന്നുണ്ട്, ഫിലിമും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇതിന്റെയൊക്കെ കുറവ് നികത്തുമെന്ന് തോന്നുന്നു. പാർട്ട് 3 കൂടെ വരുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് നോക്കാം. എന്തായാലും വിചാരിച്ചൊരു ഇത് എത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ.